ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ എണീക്കുമ്പോൾ ഭൂമിയെ തൊട്ട് വന്ദിക്കുക എന്നുള്ളത്. പലരും ചെയ്യാറുണ്ട്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എണീറ്റ് ഉണർന്ന് കിടക്കയിലിരുന്ന് 2 കൈപ്പടങ്ങളും നിവർത്തി ധനത്തിനും വിദ്യയ്ക്കും ശക്തിക്കുമായി ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും പാർവതി ദേവിയെയും പ്രാർത്ഥിച്ച ശേഷം കിടക്കയിൽ നിന്നും പാദങ്ങൾ ഭൂമിയിൽ വെക്കുന്നതിനു മുമ്പ് ഭൂമാതാവിനെ തൊട്ട് ശിരസിൽ വെച്ച് ക്ഷമാപണ മന്ത്രം ചൊല്ലണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലരെങ്കിലും ഈ വിശ്വാസത്തെ അന്ധവിശ്വാസം എന്ന് പരിഹസിച്ച് തള്ളാനാണ് താല്പര്യം കാണിക്കുന്നത്. എന്നാൽ ഇതിന്റെ മഹത്തായ ശാസ്ത്രീയ വശം പരിശോധിക്കാവുന്നതാണ്. ഒരു വ്യക്തി ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ ശിരസിനകത്ത് കുടികൊള്ളുന്ന ഊർജത്തെ സ്റ്റാറ്റിക് എനർജി അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ എഴുന്നേൽക്കുന്ന സമയത്ത് അത് ഡൈനാമിക് അഥവാ കൈനറ്റിക് എനർജിയായി മാറുന്നു. ഭൂമിയിൽ തൊടുന്നതോടെ ശിരസിലെ മലിനോർജം വിസർജിച്ച് ശുദ്ധോർജം ശരീരത്തിൽ നിറയ്ക്കേണ്ടതുണ്ട്. ഉണർന്നെണീക്കുമ്പോൾ കാലാണ് ആദ്യം തറയിൽ തൊടുന്നതെങ്കിൽ ഊർജം കീഴോട്ടൊഴുകി ശരീരബലം കുറയുന്നു. എന്നാൽ കൈയാണ് ആദ്യം തറയിൽ തൊടുന്നതെങ്കിൽ ഊർജമാകട്ടെ മുകളിലോട്ട് വ്യാപിച്ച് കൈയിലൂടെ പുറത്തു പോകുന്നതോടെ ശരീരബലം ഇരട്ടിക്കും. ഇത്തരത്തിലുള്ള ഒരു വലിയ ശാസ്ത്രീയ രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നത് കൊണ്ടാണ് ഭാരതത്തിലെ ആചാര്യന്മാർ രാവിലെ ഭൂമിയെ തൊട്ട് ശിരസിൽ വെച്ച ശേഷമേ എണീക്കാവൂ എന്ന് പിൻതലമുറയെ ഓർമ്മിപ്പിക്കുന്നത്. താങ്ക് യു.